നമസ്കാരം സുഹൃത്തുക്കളെ. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് സ്വാഗതം. 2026 മെയ് മാസം ഓർമ്മയുണ്ടോ? ശരിക്കും ചരിത്രപരമായ നിരവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മാസമായിരുന്നു അത്. പുതിയ ഭരണമാറ്റങ്ങൾ, അഭിമാനകരമായ പുരസ്കാര നേട്ടങ്ങൾ, പിന്നെ കായിക ലോകത്തെ ആവേശകരമായ നിമിഷങ്ങൾ. അങ്ങനെ 2026 മെയ് മാസത്തിന്റെ നാൾവഴികൾ ഒരു കഥാപുസ്തകം പോലെ നമുക്കിന്ന് തുറന്നു നോക്കാം. വളരെ രസകരവും കൃത്യവുമായ വിവരങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകാൻ പോകുന്നത്. റെഡിയല്ലേ? ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇത് വെറുമൊരു ലിസ്റ്റല്ല കേട്ടോ, മറിച്ച് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന കഥാപുസ്തകത്തിലെ പ്രധാന അധ്യായങ്ങളാണ്. 16ാം കേരള നിയമസഭ, പുതിയ സംസ്ഥാന മന്ത്രിസഭ, സാഹിത്യ പുരസ്കാരങ്ങൾ, ലോക നേതാക്കളും നാഴികക്കല്ലുകളും, പിന്നെ കായികരംഗത്തെ ചാമ്പ്യന്മാർ. കേരള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ മുതൽ കായികരംഗത്തെ വിസ്മയങ്ങൾ വരെയുള്ള 5 വ്യത്യസ്ത അധ്യായങ്ങളിലൂടെയാണ് നമ്മുടെ ഈ യാത്ര. അങ്ങനെ നമ്മൾ ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 16ാം കേരള നിയമസഭ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ചരിത്ര വിദ്യാർത്ഥിയെപ്പോലെ തികച്ചും നിഷ്പക്ഷമായി നമുക്ക് ഈ മാറ്റങ്ങളെ ഒന്ന് വിലയിരുത്താം. 102 വെറുമൊരു സംഖ്യയല്ല ഇത്. ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം കേരളത്തിൽ സംഭവിച്ച വലിയൊരു ഭരണമാറ്റത്തിന്റെ അടയാളമാണിത്. 140 സീറ്റുകളുള്ള കേരള നിയമസഭയിൽ 102 സീറ്റുകളുടെ മിന്നും വിജയത്തോടെയാണ് LDFനെ പരാജയപ്പെടുത്തി UDF അധികാരത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു വലിയ രാഷ്ട്രീയ നാഴികക്കല്ല് തന്നെയാണ്. ഇനി ശ്രദ്ധിക്കുക, 60. ഈ സംഖ്യ വളരെ മനോഹരമായ മറ്റൊരു ചരിത്ര നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 60 വർഷത്തെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഴുവൻ UDF മന്ത്രിസഭയും ഒന്നിച്ച് ഒരേ വേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. തികച്ചും അസാധാരണമായൊരു നേട്ടം, അല്ലേ? ഇനി നമുക്ക് പുതിയ സംസ്ഥാന മന്ത്രിസഭയെക്കുറിച്ചുള്ള 2ാമത്തെ അധ്യായത്തിലേക്ക് പേജ് മറിക്കാം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ മന്ത്രിസഭയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ ഈ പുതിയ ശില്പികൾ ആരൊക്കെയെന്ന് നോക്കാം. ഈ പുതിയ ഭരണത്തിന്റെ ശില്പികളെയും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും ഒന്ന് നോക്കൂ. മുഖ്യമന്ത്രി VD സതീശൻ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുമ്പോൾ പൊതുഭരണവും ധനകാര്യവും ITയും അദ്ദേഹത്തിന്റെ കൈകളിലാണ്. രമേശ് ചെന്നിത്തലയാണ് തന്ത്രപ്രധാനമായ ആഭ്യന്തര, വിജിലൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. വ്യവസായം, വാണിജ്യം, IT തുടങ്ങിയ മേഖലകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുത്തപ്പോൾ AP അനിൽകുമാറിന് ആരോഗ്യവകുപ്പും സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 20-അംഗ മന്ത്രിസഭയിൽ 14 പേരും പുതുമുഖങ്ങളാണ്. കൂടാതെ 2 വനിതാ മന്ത്രിമാരും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരും ഈ ക്യാബിനറ്റിലുണ്ട് എന്നത് എടുത്തുപറയേണ്ടതാണ്. രാഷ്ട്രീയത്തിന്റെ ചൂടിൽ നിന്നും പണ്ഡിതന്മാരുടെയും എഴുത്തുകാരുടെയും ശാന്തമായ ലോകത്തേക്ക്, അതായത് നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങളുടെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. പ്രത്യേകിച്ച് PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇതിലെ വിവരങ്ങൾ കൃത്യമായി ഓർമ്മിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ പത്മപ്രഭ പുരസ്കാര ജേതാക്കളെ പേരുകൾ നിങ്ങളൊന്ന് ഓർത്തുനോക്കൂ. 2023-ൽ സുഭാഷ് ചന്ദ്രൻ, 2024-ൽ റഫീഖ് അഹമ്മദ്, 2025-ൽ ആലങ്കോട് ലീലാകൃഷ്ണൻ. അങ്ങനെ വന്ന് ഏറ്റവും പുതിയതായി 2026-ലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റായ R രാജശ്രീക്കാണ്. അവരുടെ കല്യാണിയാദി, ആത്രേയകം എന്നീ മികച്ച കൃതികളാണ് അവരെ ഈ നേട്ടത്തിന് അർഹയാക്കിയത്. നമ്മുടെ സാഹിത്യലോകത്തെ കൂടുതൽ സമ്പന്നമാക്കുന്ന മറ്റ് ചില പ്രതിഭകളെ കൂടി പരിചയപ്പെടാം. പ്രിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പേത്തേഴി ഇത്തവണ കെടാകുളം കരുണാകരൻ പുരസ്കാരം എത്തി. അതുപോലെ തന്നെ മലയാളത്തിന്റെ സ്വന്തം സംവിധായകൻ ബ്ലെസ്സി സാമുവൽ മേന പുരസ്കാരത്തിനും അർഹനായി. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരം മലയാളത്തിന് അഭിമാനമായി ജിൻഷ ഗംഗയുടെ ഒഡ എന്ന ചെറുകഥാസമാഹാരം സ്വന്തമാക്കിയപ്പോൾ കളിയച്ചൻ പുരസ്കാരം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും അക്കിതം പുരസ്കാരം B മധുസൂദനൻ നായരെയും തേടിയെത്തി. തീർച്ചയായും ഓർത്തുവെക്കേണ്ട പേരുകളാണിവ. സാഹിത്യരംഗത്തെ യുവ മുന്നേറ്റങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. തപസ്യ കലാസാഹിത്യവേദിയുടെ യുവ അക്കിത്തം പുരസ്കാരം C അനുശ്രീ ചന്ദ്രന്റെ പേറ്റുര എന്ന കവിതയ്ക്കാണ് ലഭിച്ചത്. ഒപ്പം കേരള സംഗീത നാടക അക്കാദമിയുടെ മത്സരത്തിൽ സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത വംശം മികച്ച പ്രൊഫഷണൽ നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടതും നമ്മുടെ ഈ കഥാപുസ്തകത്തിലെ തിലക്കമുള്ള ഒരു ഏടാണ്. ഇനിയാണ് നമ്മുടെ കഥയുടെ ക്യാൻവാസ് കുറച്ചുകൂടി വലുതാകുന്നത്. അതെ, ലോക നേതാക്കളും നാഴികക്കല്ലുകളും. സംസ്ഥാനത്ത് നിന്ന് ദേശീയ തലത്തിലേക്കും
അവിടുന്ന് ആഗോളതലത്തിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. ലോകമെമ്പാടും നടന്ന സുപ്രധാന സംഭവവികാസങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ദേശീയ തലത്തിലുള്ള ഒരു സുപ്രധാന നിയമനം ശ്രദ്ധിക്കുക. നീതി ആയോഗിന്റെ തലപ്പത്ത് ഒരു മാറ്റം വന്നിരിക്കുന്നു. സുമൻ കെ ബെറിക്ക് പകരമായി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അശോക് കുമാർ ലാഹിരി നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർപേഴ്സണായി നിയമിതനായിരിക്കുകയാണ്. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു നിർണായക വിവരമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അവിടെയുമുണ്ട് സമാനമായ മാറ്റങ്ങൾ. ഹംഗറിയിൽ വിക്ടർ ഓർബൻ സ്ഥാനമൊഴിയുകയും പീറ്റർ മഗ്യാർ ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു വെറും വാർത്തയല്ല സുഹൃത്തുക്കളെ, ചരിത്രം തിരുത്തിക്കുറിക്കലാണ്. 125 വർഷത്തെ ചരിത്രം വഴിമാറിക്കൊടുക്കുമ്പോൾ സൂസൻ കോയിൽ ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവിയായി ചുമതലയേറ്റിരിക്കുന്നു. ശരിക്കും ഒരു വലിയ നേട്ടം. ഈ അവസരത്തിൽ ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ തലവനായി റോമൻ ഗോഫ്മൻ നിയമിതനായ കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിയുടെ വലിയൊരു ചിത്രം കൂടിയാണ് നമ്മൾ കാണുന്നത്. നാരിശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്ന 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ലോക്സഭയിലും നിയമസഭകളിലും 33% വനിതാ സംരക്ഷണം സാധ്യമായി. അതുപോലെ IMF റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ലോകത്തെ 6ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. മുംബൈയിലെ ഡ്രൈവറില്ലാ പോഡ് ടാക്സിയും ഒഡീഷയിലെ കൽക്കരിയിൽ നിന്നും അമോണിയം നൈട്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ പ്ലാന്റും സാങ്കേതിക വ്യവസായ രംഗത്തെ രാജ്യം കൈവരിച്ച കുതിച്ചുചാട്ടത്തെയാണ് എടുത്തുകാണിക്കുന്നത്. സിക്കിമിലെ ഓപ്പറേഷൻ ഹിമസേതുവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ? മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ സൈന്യം നടത്തിയ ഈ ഓപ്പറേഷൻ രാജ്യത്തിന്റെ കരുത്തും കരുതലും വിളിച്ചോതുന്നതായിരുന്നു. അതോടൊപ്പം ഹൈവേ അതോറിറ്റിയുടെ ആരോഗ്യവൻ എന്ന പദ്ധതി നമ്മുടെ ആരോഗ്യത്തോടും പ്രകൃതിയോടുമുള്ള പ്രതിബദ്ധത കാണിക്കുന്നു. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ തന്റെ സൈനിക അനുഭവങ്ങൾ ദ അപ്ഹിൽ ആൻഡ് ദ ഡൗൺഹിൽ മിലിറ്ററി ലൈഫ് ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകമാക്കിയതും ഈ സമയത്തെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇനി പെട്ടെന്ന് നിങ്ങൾക്കൊരു കൗതുക വാർത്തയായാലോ? ഈ 69 എന്ന സംഖ്യ കാണിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ലയുടെ വയസ്സാണ്. അതെ, ഫാറ്റു എന്നു പേരുള്ള ഈ ഗൊറില്ല 2026 ഏപ്രിലാണ് തന്റെ 69ാം ജന്മദിനം ആഘോഷിച്ചത്. ശരിക്കും രസകരമായൊരു കാര്യം തന്നെയല്ലേ ഇത്? അങ്ങനെ നമ്മുടെ ഈ കഥാപുസ്തകത്തിലെ അവസാനത്തെയും ഏറ്റവും ആവേശകരവുമായ അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കായികരംഗത്തെ ചാമ്പ്യന്മാർ. പുതിയ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച കായിക ലോകത്തെ നായകന്മാരെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം നൽകുന്ന കാര്യങ്ങളാണിവ. ഈ പേരുകൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉറപ്പിച്ചു നിർത്തുക. സഞ്ജു സാംസൺ മാർച്ച് മാസത്തിലെ മികച്ച ICC താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിസ്ഡൻ പുരസ്കാരങ്ങൾ മിച്ചൽ സ്റ്റാർക്കും നമ്മുടെ ദീപ്തി ശർമ്മയും നേടി. T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന നേട്ടം സ്മൃതി മന്ദാന സ്വന്തമാക്കിയപ്പോൾ പുരുഷ T20യിൽ KL രാഹുൽ 152 റൺസ് നേടി ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റിൽ നിന്ന് നമുക്ക് ലോക ടെന്നീസ്, ചെസ് വേദികളിലേക്കൊന്ന് പോയി നോക്കാം. മോണ്ടെ കാർലോ മാസ്റ്റേഴ്സിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും ലോറസ് പുരസ്കാരങ്ങളിൽ കാർലോസ് അൽക്കാറസും ആര്യാന സബലങ്കയും കിരീടമണിഞ്ഞു. ചെസ്സിലേക്ക് വരുമ്പോൾ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വൈശാലിയും അണ്ടർ 12 ലോക റാപ്പിഡ് ചെസ്സിൽ ഇന്ത്യയുടെ തന്നെ കൊച്ചുമിടുക്കി AS ശർവാണികയും ലോക കിരീടം നേടി രാജ്യത്തിന് വലിയ അഭിമാനമായി മാറി. കായിക ലോകത്തെ ഈ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു മലയാളിയുടെ നേട്ടം പറഞ്ഞുകൊണ്ടാണ്. 6 ഭൂഖണ്ഡങ്ങളിലായി ശാരീരിക ക്ഷമതയുടെ ഏറ്റവും കടുത്ത പരീക്ഷണമായ അയൺമാൻ ട്രയാത്തലൺ വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ മലയാളിയായി മാറിയിരിക്കുകയാണ് പുനലൂർ സ്വദേശിയായ സുരേഷ് സാംചാണ്ടി. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഇച്ഛാശക്തിയും സ്റ്റാമിനയും തന്നെയാണിതല്ലേ? അങ്ങനെ നാം മെയ് മാസത്തെ സംഭവബഹുലമായ കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞു. ചരിത്രപരമായ രാഷ്ട്രീയ മാറ്റങ്ങളും ലോകത്തെ മാറ്റിമറിക്കുന്ന പുത്തൻ നാഴികക്കല്ലുകളും കൊണ്ട് വളരെ സമ്പന്നനായിരുന്നു ഈ മാസം. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന 2026ന്റെ അടുത്ത അധ്യായങ്ങൾ ലോകത്തിന് എന്തൊക്കെ മാറ്റങ്ങളാകും കരുതിവെച്ചിട്ടുണ്ടാകുക? ആ ചോദ്യം നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടുകൊണ്ട് വളരെ രസകരമായ ഈ പഠനയാത്രയിൽ നമ്മോടൊപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി. പുതിയൊരു വിശകലനവുമായി നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം.